നമ്മുടെ ടോപ്പിക്ക് ഹൗ ടു സേവ് ഫ്രം കാർബൺസിൻ. നമ്മൾ എങ്ങനെയാണ് ഈ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? അതായത് മദർ എർത്തിനെ നമ്മൾ ഓൾറെഡി നശിപ്പിച്ചു കഴിഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വെച്ച് മദർ എർത്ത് ശ്വാസം മുട്ടുകയാണ്. ഈ സമയത്ത് നമുക്ക് എങ്ങനെ ഈ പവർ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ആകുന്നത് നമ്മൾ പവർ ഉപയോഗിക്കുമ്പോൾ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമലാണ്. തെർമൽ എന്ന് പറഞ്ഞാൽ കോൾ പ്ലാന്റിലാണ് നമ്മുടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. പല രീതിയിലും പവർ ഉൽപ്പാദിക്കാൻ കഴിയുമെങ്കിലും മേജർലി നമ്മൾ കോൾ പ്ലാന്റ് വഴിയാണ് നമ്മുടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് കോൾ ബേൺ ആകുമ്പോൾ അതൊന്ന് CO2 കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആവും. സോ നമ്മൾ പവർ റെഡ്യൂസ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ കഴിയും. ആ പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും. ഇപ്പോൾ എൻ്റെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അനാവശ്യമായ ലൈറ്റുകൾ ഞാൻ ഇടില്ല. ആവശ്യത്തിനുള്ള ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കും. ഉടൻ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യും. പല റൂമുകളും LED ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ആവശ്യമില്ലെങ്കിൽ ഉടനെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. ആ രീതിയിൽ എൻ്റെ ഗാർഡനിൽ പോയിട്ടുള്ള ചെടികളെ നോക്കി വെള്ളമില്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ഒഴിക്കും. മരം വെച്ച് പിടിപ്പിക്കാൻ സ്ഥലത്ത് ഞാൻ മരം വെച്ച് പിടിപ്പിക്കും. അനാവശ്യമായ പേപ്പർ വാങ്ങിച്ച് കൂട്ടില്ല. ഞാൻ വന്ന് മാക്സിമം ഡിജിറ്റലാണ് ഉപയോഗിക്കുന്നത്. നോട്ട് പാഡ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിലുള്ള നോട്ട് പാഡിൽ ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കും. അതിനെയാണ് ഞാൻ നോക്കുന്നത്. പേപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മരത്തിനെ കട്ട് ചെയ്യേണ്ടി വരും. ഒരു സ്ഥലത്ത് നമ്മൾ മരം നടണം, മറ്റൊരു സ്ഥലത്ത് മരത്തിനെ കട്ട് ചെയ്യണം എന്നുള്ള ആശയത്തിനോട് എനിക്ക് ഒട്ടും അനുകൂലിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ഈ പവർ എവിടെയെല്ലാം കുറയ്ക്കാൻ കഴിയുമോ അതെല്ലാം കുറയ്ക്കണം. ആവശ്യമില്ലാതെ AC റൂമുകൾ റൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് AC നമ്മൾ ആവശ്യം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യും. രാത്രി മൊത്തം നമ്മൾ AC ഇട്ട് ഉപയോഗിച്ച് കിടക്കാറില്ല. രാത്രി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ AC നല്ല തണുപ്പ് കിട്ടും. അതിന് ശേഷം പിന്നീട് ഉപയോഗിക്കുന്നത് ഫാനാണ്. സോ മാക്സിമം നമുക്ക് എവിടെയെല്ലാം പവർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അത്തരം പവർ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹീതമായി മാറും. അതിനാണ് സേവ് ഫ്രം കാർബൺസിൻ. ഈ പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഓരോരുത്തരും ഇത്തരം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യണം. പറഞ്ഞ മാതിരി നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം. അതുകൊണ്ടാണ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് തൻ്റെ ഈ പാപത്തിൽ നിന്ന് മോചനം നേടുന്നത്. അതുകൊണ്ട് നമ്മളേവരും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ കമൻറ്റിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് മറ്റൊരാൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സൈക്കിളിലാണ് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു വരുന്നത്. വയസ്സ് 62 ഞാൻ സ്കൂട്ടർ ഉപയോഗിച്ചല്ല പോകുന്നത്. കാരണം ഞാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലായിരിക്കില്ല. എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള കടകളിൽ ചെന്ന് ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിച്ച് വരാറുണ്ട്. അല്ലാതെ അതിനുവേണ്ടി എൻ്റെ 2 വീലറോ 4 വീലറോ ഞാൻ ഉപയോഗിക്കാറില്ല. മാക്സിമം ഞാൻ ഉപയോഗിക്കുന്നത് 2 വീലറാണ്. 4 വീലർ ഫാമിലി ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഞാൻ 4 വീലർ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിൽ നമ്മളെ അഡ്വൈസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഈ കാർബൺസിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം, ഇനിയെങ്കിലും പവർ കൺസംഷൻ കുറയ്ക്കാൻ എന്തെല്ലാം വഴികൾ നോക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്കും അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എങ്ങനെ ഈ കാർബൺസിൽ നിന്നും മോചനം നേടുക. ഭൂമിയെ സ്നേഹിക്കുക. മരം നട്ട് വളരാം. സമയമില്ല, സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതൊരു കൂട്ടായ്മയായി തന്നെ മാറാനാണ് ഞാൻ എൻ്റെ ആ പദ്ധതി ഗ്രീൻ പോയിൻ്റ് എന്നൊരു പദ്ധതി ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതുവഴി എല്ലാവർക്കും ഈ പാപമോചനം ലഭിക്കാൻ മരങ്ങൾ നട്ട് വളർത്തും. താങ്ക് യു.